നവംബർ 29-ാം തീയതി തിയേറ്ററിലെത്തുന്ന വല്യേട്ടൻ എന്ന ചിത്രത്തിന്റെ 4K വേർഷന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. ചിത്രം കേരളത്തിൽ മാത്രം 100-ൽ കൂടുതൽ സ്ക്രീനിലാണ് ആദ്യ ദിവസം പ്രദർശനം ആരംഭിക്കുക. വേൾഡ് വൈഡ് മികച്ച പ്രമോഷനോട് കൂടി തിയേറ്ററിലെത്തുന്ന ചിത്രത്തിന് GCCയിലും മികച്ച റിലീസിംഗ് തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഒരു റീ റിലീസ് ചിത്രത്തിന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പ്രമോഷനും കാര്യങ്ങളെല്ലാം ചിത്രത്തിന് ഇതിനോടകം തന്നെ കിട്ടിക്കഴിഞ്ഞു. 2 മിനിറ്റോളം ദൈർഘ്യമുള്ള ട്രെയിലർ കഴിഞ്ഞ ദിവസങ്ങളിൽ റിലീസായിട്ടുണ്ടായിരുന്നു. അത് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നു. 6 ലക്ഷത്തിന് മുകളിൽ വ്യൂസും 25,000 ലൈക്കുകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ട്രെയിലർ നേടിക്കഴിഞ്ഞു. ആരാധകരും ചിത്രത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. നവംബർ 29-ാം തീയതി ചിത്രം തിയേറ്ററിൽ എത്തുമ്പോൾ എത്രത്തോളം പ്രേക്ഷകരാണ് ഈ ഒരു സിനിമ കാണാൻ വീണ്ടും തിയേറ്ററിൽ എത്തുക എന്നുള്ളതൊക്കെ നമുക്ക് റിലീസിന് ശേഷം കണ്ടറിയാം. ആദ്യ ദിവസം തന്നെ ചിത്രം ബ്ലോക്ക് ബസ്റ്റർ അടിക്കുമെന്ന് ഉറപ്പിച്ച സൂക്ഷ്മദർശിനി എന്ന ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെയും 2-ാം ദിവസത്തെയും കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു. ആദ്യ ദിവസം കേരളത്തിൽ നിന്നും 1,60,00,000 രൂപയായിരുന്നു ചിത്രത്തിന്റെ കളക്ഷൻ. എന്നാൽ 2-ാമത്തെ ദിവസം ആദ്യ ദിവസത്തെ അപേക്ഷിച്ച് വൻ വർധനവ് തന്നെയാണ് കളക്ഷന്റെ കാര്യത്തിൽ വന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 2,75,00,000 രൂപയാണ് ചിത്രത്തിന്റെ 2-ാം ദിവസത്തെ കളക്ഷൻ. അങ്ങനെ 2 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 4,35,00,000 രൂപയിലേക്ക് എത്തപ്പെടാൻ ചിത്രത്തിന് സാധിച്ചു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ആദ്യ ദിവസം 25,00,000 രൂപയാണ് ചിത്രം നേടിയതെങ്കിൽ 2-ാമത്തെ ദിവസം അത് 60 ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടു. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 4,10,00,000 രൂപയായിരുന്നു. എന്നാൽ 2-ാം ദിവസത്തെ ചിത്രത്തിന്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടിക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് ചിത്രത്തിന്റെ ആദ്യ സൺഡേ സൂപ്പർ സൺഡേ ആക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. മണിക്കൂറിൽ ഒട്ടനവധി ടിക്കറ്റ്സുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിലൂടെ സോൾഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിലേക്ക് സഞ്ചരിക്കുകയാണ് നസ്രിയ ബേസിൽ ജോസഫ് ടീമിന്റെ സൂക്ഷ്മദർശിനി. ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ 25 ദിവസങ്ങൾ വേൾഡ് വൈഡ് ഇന്ന് പൂർത്തിയാവുമ്പോൾ ചിത്രത്തിന് ചെന്നൈയിൽ മാത്രം ഇന്ന് 110-ൽ കൂടുതൽ ഷോകൾ ആഡ് ചെയ്തിരിക്കുന്നു. ചിത്രത്തിന്റെ ട്രാക്കേഴ്സ് കളക്ഷൻ ഫിഗർ പ്രകാരം ഇന്ന് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ 110 കോടിക്ക് മുകളിൽ എത്തപ്പെടും. അതുപോലെ തന്നെ ചിത്രത്തിന്റെ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട് പ്രകാരം 120 കോടിക്ക് മുകളിലേക്കും ചിത്രത്തിന്റെ 25 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ എത്തപ്പെടുമെന്ന് തന്നെയാണ് നമ്മുടെ ഒരു വിശ്വാസം. നാളെ 26-ാം ദിവസം തിങ്കളാഴ്ച ചിത്രത്തിന്റെ ഒരു ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചിത്രത്തിന്റെ കേരള കളക്ഷൻ 22 കോടിയിലേക്കും തമിഴ്നാട് കളക്ഷൻ 15 കോടിക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുന്നു. സിനിമകളുടെ പുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.